ഒരു വാക്യം ഞാൻ വായിക്കാം പ്രിയരെ. അപ്പോസ്തല പ്രവൃത്തി 23:11. രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. മോണിമന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശു സ്നേഹവും വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി തന്നിരിക്കുക ദൈവജനം കേൾക്കാൻ. വളരെ പ്രാർത്ഥനയോടെ ഈ സന്ദേശം നമുക്ക് കേൾക്കാം. നമ്മൾ ഇന്നലെ പഠിച്ചു തുടങ്ങിയത് ഒരു ഭക്തൻ്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കുക എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിൻ്റെ താല്പര്യത്തെ ദൈവം സാധിപ്പിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. റോമ കാണണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യൻ, യെരൂശലേമിലേക്കുള്ള യാത്രയിൽ റോമ കാണണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യൻ. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഇപ്പോൾ എവിടെ കിടക്കുന്നതാണ്? നമ്മൾ വായിച്ചേ, കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നതാണ്. പ്രിയരെ, ഈ 19-ാം അധ്യായവും 28-ാം അധ്യായത്തിൻ്റെ ഇടയിൽ പൗലോസിന് 9 പ്രാവശ്യം മരണകരമായ അനുഭവം ഉണ്ടായി, മരണകരമായ പ്രതിസന്ധി ഉണ്ടായി. പക്ഷേ ദൈവം അവനോട് കൂടെ ഇരുന്ന് ഹല്ലേലൂയ അവൻ്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചതാ നമുക്ക് 28-ാം അധ്യായത്തിൽ കാണും. അത് നമ്മൾ പഠിച്ച് തുടങ്ങിയത്. ഹല്ലേലൂയ. നോക്കിയാൽ ഇപ്പോൾ പൗലോസ് എവിടെ കിടക്കുന്നത് അറിയോ? കാരാഗ്രഹത്തിനകത്ത് കിടക്കുക, കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. ആമേ. പക്ഷേ യെരൂശലേമിൽ എൻ്റെ സാക്ഷിയായതുപോലെ റോമയിലും എൻ്റെ സാക്ഷിയാകുമെന്നുള്ളൊരു ദൈവശബ്ദം ആ കാരാഗ്രഹത്തിനകത്ത്. ദൂതനല്ല, ശ്രദ്ധിക്കണം ആ ഭാഗം. കർത്താവിന് വേണേൽ ഒരു ദൂതനെ വിട്ടാൽ മതി ഇല്ലേ? പക്ഷെ കർത്താവ് ഡയറക്റ്റ് അവിടെ ഇറങ്ങി വന്നു. മോനെ, ഒരു ദൂതനെ അല്ലടാ ഞാൻ നിൻ്റെ അടുത്തോട്ട് അയക്കുന്നേ. നിൻ്റെ ഒരു ആഗ്രഹം ഇല്ലയോ? നിൻ്റെ ഒരു ആഗ്രഹം എന്തുവാ? എനിക്ക് റോമയൊന്ന് കാണണമെന്നല്ലേ? റോമ സഭ ആയിരിക്കണം കേട്ടോ. റോമയിലൊരു കൂടിവരം ആരംഭിച്ചു. ഹല്ലേലൂയ. അതായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ സ്വർഗം പറയാ, നിൻ്റെ ആഗ്രഹത്തെ ഞാൻ നിനക്ക് വാഗ്ദത്തമായിട്ട് തരാൻ പോവാ. ഓ ഷാലാബാലാബ. നിൻ്റെ ആഗ്രഹത്തെ ഞാൻ നിനക്ക് വാഗ്ദത്തമായി തരാൻ പോവാം. യഥാർത്ഥമായിട്ട് കർത്താവിനെ സേവിക്കുന്ന ഒരു ദൈവവൈതലെ, നിൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വരുന്ന ആഗ്രഹം പോലും നിൻ്റേതല്ലെന്നേ. നിൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വരുന്ന ആഗ്രഹം പോലും നിൻ്റേതല്ലെന്നേ. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനകത്ത് ഉൾപ്പെട്ടതാണെന്ന്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില ആഗ്രഹങ്ങൾ നാളുകളായിട്ട് വെച്ച് കൊണ്ട് നടക്കുന്ന ചിലതിനെ സ്വർഗം അത് വിവിധ പ്രോസസ്സിങ്ങിലൂടെ കടത്തി വിട്ട് അത് സാധിപ്പിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം, അവിടെ താല്പര്യങ്ങളെ ഒക്കെയും നിവർത്തിക്കുന്ന ദൈവം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. അല്ലെങ്കിൽ ഒരു സാധ്യതയും ഇല്ലാത്തൊരുത്ത പൗലോസ് ഇപ്പോൾ ദൈവശബ്ദം കേൾക്കുന്നത്. പുറത്ത് വരരുതെന്ന് പറഞ്ഞ് ശത്രുക്കളും ലോകവും നിയമവും വിധി എഴുതി കാരാഗ്രഹത്തിനകത്ത് അവനെ അടച്ചിട്ടപ്പോൾ, ശ്രദ്ധിക്കണേ, കാരാഗ്രഹത്തിനകത്ത് അവനെ അടച്ചിട്ടപ്പോൾ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നേ. ആ കാരാഗ്രഹത്തിനകത്ത് ആർക്കും വരാൻ പറ്റത്തില്ലെന്ന നിയമം പറയുന്നത്, ലോകം പറയുന്നുണ്ട്, ശത്രുക്കൾ പറയുന്നത്. സ്വർഗം പറയില്ല, എനിക്ക് വരാൻ കഴിയും, എനിക്ക് വരാൻ കഴിയും, ദൈവത്തിന് വരാൻ കഴിയും, കർത്താവിന് വരാൻ കഴിയും കേട്ടോ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൂതിനായിട്ട് സ്തോത്രം, അറിയിച്ച സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശത്തിലൂടെ ചിലത് പുറത്തു വരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.